വിശദമായ വാർത്തകൾ നോക്കാം. സിനിമാ തർക്കം ഒത്തുതീർപ്പിലേക്ക്. ആന്റണി പെരുമ്പാവൂർ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു. ഫിലിം ചേംബറിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത്. എമ്പുരാന്റെ ബജറ്റിനെ കുറിച്ചുള്ള പരാമർശം സുരേഷ് കുമാറും പിൻവലിച്ചു. വിവരങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, ഏറെ നാളായി തുടർന്നിരുന്ന ഈ ഒരു തർക്കത്തിന് ഒരു അവസാനം കുറിക്കുകയാണോ? ഈ ഒരു തർക്കം പരിഹാരത്തിലേക്കാണോ? കാളിദാസ് സൂചിപ്പിച്ചതുപോലെ വളരെ നാളായിട്ട് സിനിമാ മേഖലയിൽ രൂക്ഷമായിട്ടുള്ള തർക്കങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അത് ഒത്തുതീർപ്പിലേക്ക് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള തർക്കങ്ങളെല്ലാം ഇതോടുകൂടി അവസാനിച്ചേക്കാം എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ സിനിമാ മേഖലയിലെ ഈ ഒരു തർക്കം ഒത്തുതീർപ്പിലേക്ക് എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആന്റണി പെരുമ്പാവൂരിൻ്റെ വിവാദമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചലച്ചിത്ര മേഖലയിലെ എല്ലാവരും വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ചയ്ക്കെടുത്ത അല്ലെങ്കിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള വിവാദപരമായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പിൻവലിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ എമ്പുരാന്റെ ബജറ്റിനെ കുറിച്ച് ജി സുരേഷ് കുമാർ ആരോപിച്ചിട്ടുള്ള പരാമർശങ്ങളെല്ലാം തന്നെ ജി സുരേഷ് കുമാറും പിൻവലിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു ഇങ്ങനെ ഒരു സാഹചര്യം വന്നതിൽ ഉറപ്പായിട്ടും ഫിലിം ചേംബറിന്റെ ഇടപെടൽ വളരെ വലുതാണ് എന്ന് തന്നെ നമുക്കറിയാം. ഉറപ്പാണ് അക്കാര്യം. കാരണം ഫിലിം ചേംബറിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഇവിടെ നടന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ഒരു പ്രശ്നം, രണ്ടു പേർക്കിടയിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ പോലും അതിൽ വന്ന പല കാര്യങ്ങളും സിനിമാ മേഖലയെ ബാധിക്കുന്ന, സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം എണ്ണി പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നം ഇത്ര പെട്ടെന്ന് ഒത്തുതീർപ്പിലേക്ക് എത്തിയെങ്കിൽ കൃത്യമായിട്ടുള്ള ഫിലിം ചേംബറിന്റെ ഇടപെടലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണം എന്നുള്ള ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് 7 ദിവസത്തിനുള്ളിൽ പിൻവലിക്കണം എന്നുള്ള ഫിലിം ചേംബറിന്റെ മുന്നറിയിപ്പും തന്നെയാണ്. എന്തായാലും ഇപ്പോൾ തർക്കത്തിന് ഒരു പരിഹാരം തന്നെയാണ് ഇതിലൂടെ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളും സംഘടിതമായി, എല്ലാ മേഖലകളും ഒത്തൊരുമിച്ച് സർക്കാരിലേക്ക് ഈ ഒരു ഫിലിം മേഖലയിലെ, സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം ബോധിപ്പിച്ചുകൊണ്ട് പരാതി നൽകാൻ, അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം സർക്കാരിനെ ബോധിപ്പിക്കാനുള്ള ഒരു തീരുമാനവും, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സാധ്യത കൂടി ഇവിടെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യക്തമായി നമ്മൾ കണ്ടതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും അതുപോലെ തന്നെ ഫിലിം ചേംബറും എല്ലാം തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ യോഗമെല്ലാം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം തന്നെ വലിയ രീതിയിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും സിനിമാ തിയേറ്റർ ഉടമകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്തതാണ്. ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് കൂടി ചേരുന്നു. ശ്രീ BR ജേക്കബ്, ഇപ്പോൾ ഈ ഒരു തർക്കത്തിനൊരു പരിഹാരത്തിലേക്ക് എത്തുന്നു, ഒത്തുതീർപ്പാകുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതിന്റെ പേരിൽ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടു. ഒത്തുതീർപ്പിലേക്കാണോ? ശ്രീ BR ജേക്കബ് കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നും കൂടി ഈ ചോദ്യം ആവർത്തിക്കാം. ഈ ഒരു ഒത്തുതീർപ്പിലേക്ക് എന്ന ഒരു സൂചന നമുക്ക് ലഭിക്കുന്നു. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിൻവലിച്ചതൊക്കെ അതിന്റെ സൂചനയാണെന്ന് നമ്മൾ കരുതുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ ഫിലിം ചേംബറിന്റെ ഇടപെടലിനെ തുടർന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു എന്നുള്ളതാണ് നമുക്കും അറിയാൻ സാധിച്ചത്. കൃത്യമായ ഒരു വിവരം താങ്കളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ഒത്തുതീർപ്പിലേക്ക് എത്തുമോ? ശരി, അല്പസമയത്തിനുള്ളിൽ തന്നെ BR ജേക്കബ് നമ്മളോടൊപ്പം ചേരും. വിജിതയിലേക്ക് പോവാണ്. വിജിത, ഇപ്പോൾ നമ്മുടെ കൂടെ ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബിനെ നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കുകയായിരുന്നു, എന്നാൽ സാധിച്ചില്ല. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ BR ജേക്കബ് നമ്മുടെ കൂടെ ചേരും. ഇപ്പോൾ ഈ ഒരു എമ്പുരാന്റെ റിലീസ് മാർച്ച് 27-ന് വരികയാണ്. അപ്പോൾ അതിന് മുൻപായിട്ടുള്ള ഒരു ധാരണ എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒത്തുതീർപ്പിലേക്ക് എത്തുമോ എന്നുള്ളൊരു സൂചന മാത്രമാണ് നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ നിരവധി സിനിമകൾ വരാനുണ്ട്. അപ്പോൾ ആ ഒരു വ്യവസായത്തെ തടസ്സപ്പെടുത്തണ്ട എന്നുള്ള രീതിക്കായിരിക്കും ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുകൂടി, ഒരു സമവായത്തിലേക്ക് എത്തുന്നത് എന്നുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? വളരെ ശരിയാണ് കാളിദാസ്. കാരണം സിനിമാ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികളുള്ള മേഖല തന്നെയാണ് സിനിമ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ സിനിമ തിയേറ്ററുകൾ ഉടമകൾക്കാണെങ്കിൽ പോലും ബിഗ് ബജറ്റ് ചിത്രമാണ് ഈ പറയുന്ന എമ്പുരാൻ. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ കാത്തിരിക്കുന്ന ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു പണിമുടക്ക് അവിടെ ഉറപ്പായിട്ടും അതൊരു വലിയ നഷ്ടത്തിലേക്ക് തന്നെ പോകുമെന്നുള്ള ഒരു കാര്യമെല്ലാം ബോധ്യപ്പെട്ടതുകൊണ്ട് കൂടി ആയിരിക്കണം ഇത്തരത്തിലൊരു സൂചനാ പണിമുടക്കെല്ലാം ഇല്ല എന്നുള്ള കാര്യം കൂടി അറിയിച്ചിരിക്കുന്നത്.
അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിലൊരു സൂചനാ പണിമുടക്ക് എന്ന ഒരു ധാരണയില്ല. ജൂൺ 1 മുതൽ സിനിമാ സമരം തുടങ്ങുമെന്നുള്ളൊരു കാര്യം ഫിലിം ചേംബർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ സൂചനാ പണിമുടക്ക് 27-ന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായി 27-ന് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ അത്തരത്തിലൊരു കാര്യം ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തർക്കങ്ങളെല്ലാം താൽക്കാലികമായിട്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തീരാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒത്തുതീർപ്പ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ശരി വിജിത, ഈ ഒരു തർക്കം സമവായത്തിലേക്ക് എത്തുന്നു, ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒത്തുതീർപ്പിലേക്ക് എത്തണം. കാരണം ഈ ഒരു മേഖല എന്ന് പറയുന്നത് നിരവധി ആളുകൾ ആശ്രയിച്ച് കഴിയുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ ഒരു സമരം, അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിലെ, സിനിമാ പ്രവർത്തകർക്കുള്ളിലെ, സിനിമാ പ്രൊഡ്യൂസേഴ്സിനുള്ളിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മറ്റ് സംഘടനകൾക്കുമുള്ളിലെ തർക്കം പരിഹരിക്കപ്പെടേണ്ടത് വളരെയധികം അനിവാര്യമാണ്. എന്നിരുന്നാലും ഈ ഒരു തർക്കം സമവായത്തിലേക്ക് എത്തുന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. വിജിതയാണ് നമ്മളോടൊപ്പം നമുക്ക് വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മൾ മറ്റു